إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ നിയോഗിക്കുക വഴി മനുഷ്യലോകത്തിന് മുഴുവൻ അവൻ നൽകിയിരിക്കുന്ന അനുഗ്രഹം അത് കണക്കില്ലാത്തതാണ്. നരകത്തിലേക്ക് പോകേണ്ടവരായ, നരകത്തിൻ്റെ വിറക് കൊള്ളികളാകേണ്ടവരായ ഒരുപാട് മനുഷ്യരെ അള്ളാഹുവിൻ്റെ അനുമതിയാൽ സ്വർഗത്തിലേക്കുള്ള വഴി കാണിക്കുവാനായി അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ, ഒരു റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അത് നൽകിയ വലിയ അനുഗ്രഹമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു അനുഗ്രഹമാണ് നൽകിയിട്ടുള്ളത്. ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെ ഒരു റസൂലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുക വഴി ആ റസൂലാകട്ടെ യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് അല്ലാഹുവിൻ്റെ ആയാത്തുകൾ പാരായണം ചെയ്തു കൊടുക്കുകയും അവർക്ക് വേണ്ടതായ സംസ്കരിക്കേണ്ടതായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അതിനു മുമ്പാകട്ടെ അവർ വ്യക്തമായ വഴികേടിലായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരുപാട് ബാധ്യതകൾ, ഒരുപാട് കടപ്പാടുകൾ ഭൂലോകർക്കുണ്ട് എന്നുള്ളതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ ബാധ്യതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാധ്യതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ധാരാളക്കണക്കിന് സ്വലാത്തും സലാമും നാം അർപ്പിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ മലായികത്തുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തും സലാമും നിങ്ങൾ നൽകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് കൽപ്പിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങൾ, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞത്? മഹാനായ അബുൽ ആലിയ റഹിമഹുല്ല പറഞ്ഞത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്തത് പ്രകാരം കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ സനാഉല്ലാഹി ഫീ മലഇൽ അഅല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ തിരുസന്നിധിയിൽ വെച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുക എന്നുള്ളതാണ്. മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മലക്കുകൾ അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടുക എന്നുള്ളതാണ്. ആ മലക്കുകൾ ചെയ്ത കാര്യത്തെ തന്നെ മുഅ്മിനീങ്ങളോടകിലവും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ മുഅ്മിനീങ്ങളെ, സല്ലു അലൈഹി, ആ റസൂലിന്റെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക, വസല്ലിമു തസ്ലീമ, റസൂലിന്റെ പേരിൽ നിങ്ങൾ സലാത്തും ചൊല്ലുക എന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിന് മുകളിൽ പുകഴ്ത്തുന്നതിന് വേണ്ടി നമ്മൾ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്ന തേട്ടത്തിനാണ്, ദുആയിനാണ് യഥാർത്ഥത്തിൽ സ്വലാത്ത് എന്ന് പറയുന്നത്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹുവേ മുഹമ്മദിന്റെ മേൽ സ്വലാത്ത്, മുഹമ്മദിനെ നീ വാനോളം പുകഴ്ത്തണമേ എന്നുള്ള തേട്ടമാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മൾ നടത്തുന്നത് എന്നാണ്. സലാം എന്നാൽ സഹോദരങ്ങളെ, ജീവിതകാലത്താണെങ്കിൽ സലാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അസ്സലാമു അലൈക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ആപത്തുകളിൽ നിന്നും നിന്നെ രക്ഷിക്കുമാറാകട്ടെ എന്നുള്ളതാണ്. അസ്സലാമായ റബ്ബ് സുബ്ഹാനഹു വ തആല നിന്റെ കാവലിനുണ്ടാകട്ടെ എന്നാണ്.
മരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് അവിടുത്തെ ഖബറിലുള്ള ശരീരത്തിന് സലാം ഉണ്ടായിരിക്കുക, സമാധാനം ഉണ്ടായിരിക്കുക. നാളെ പരലോകത്തും സലാം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അമ്പിയാക്കളായ ആളുകൾ പരലോകത്ത് വെച്ചുകൊണ്ട് അവർ ആ ഭയാനകമായ ആ അന്ത്യനാളിൽ, ആ മഹ്ശറിൽ വെച്ച് അവർ ഓരോരുത്തരുടെയും തേട്ടം ഓരോ അമ്പിയാവും പറയുന്നത് അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുവേ രക്ഷ, അല്ലാഹുവേ രക്ഷ എന്നാണ്. ആ ഭയാനകമാകുന്ന സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശാന്തിയും സമാധാനവും നൽകണമേ എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ദുആയാണ്. അതേപോലെ തന്നെ അവിടുത്തെ ശരീഅത്തിന് സലാം ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, അതിനുള്ള എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അവിടുത്തെ ശരീഅത്തിനെ രക്ഷിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയാണ് സലാം. സഹോദരങ്ങളെ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ളതാണ്. അതിനുള്ള പ്രതിഫലങ്ങൾ അനവധി നിരവധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത ഹദീസുകൾ നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സല്ല അലയ്യ വാഹിദ, ആരെങ്കിലും ഒരു തവണ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് ഒരു തവണ ഒരാൾ പറഞ്ഞാൽ, സല്ലല്ലാഹു അലൈഹി അശറ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വലാത്ത് ചൊല്ലിയ വ്യക്തിക്ക് 10 സ്വലാത്ത് ചൊല്ലുന്നതാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തിരുസന്നിധിയിൽ ഈ സ്വലാത്ത് ചൊല്ലിയ ഓരോ വ്യക്തിക്കും റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ പുകഴ്ത്തുന്നതായിരിക്കും, അവർക്ക് കാരുണ്യം ലഭിക്കുന്നതായിരിക്കും, അവർക്ക് മഗ്ഫിറത്ത് ലഭിക്കുന്നതായിരിക്കും, പരലോകത്ത് ഒരുപാട് എളുപ്പങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദുകിർതു ഇൻദഹു ഫൽയുസല്ലി അലൈഹി, ആരുടെയെങ്കിലും അടുക്കൽ എന്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലട്ടെ. വമൻ സല്ല അലയ്യ മറ, ആരെങ്കിലും എന്റെ മേൽ ഒരു തവണ സ്വലാത്ത് ചൊല്ലിയാൽ, സല്ലല്ലാഹു അലൈഹി അശറ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മേൽ 10 തവണ സ്വലാത്ത് ചൊല്ലുന്നതാണ് എന്ന് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മഹാനായ സ്വഹാബി അബൂ ത്വൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാവിലെ നല്ല സന്തോഷ വദനവുമായി നല്ല മുഖപ്രസന്നതയോടുകൂടി നമ്മുടെ അടുക്കലേക്ക് ചെന്നെത്തുകയുണ്ടായി. അപ്പോൾ ഞങ്ങളിൽ ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് അസ്ബഹ്തൽ യൗമ തയ്യിബൻ നഫ്സ് യുറാ ഫീ വജ്ഹികൽ ബിശ്ർ, റസൂലേ താങ്കളുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ, തെളിഞ്ഞ മുഖമാണല്ലോ, പ്രത്യേകമായ ഭംഗിയുണ്ടായിരുന്നു ആ മുഖത്തിന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജൽ, അതെ, ഇന്ന് ചില സന്തോഷമുള്ള ദിവസം തന്നെയാണ്. അതാനി ആതിം മിൻ ഇൻദ റബ്ബി അസ്സ വജൽ, എന്റെ റബ്ബിന്റെ അടുക്കൽ നിന്നും വരുന്നവൻ എന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ഉദ്ദേശിച്ചത്. ഫഖാൽ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സലാത്തുമായി ബന്ധപ്പെട്ട ചില ശ്രേഷ്ഠതകൾ അറിയിച്ചു കൊടുത്തതാണത്. മൻ സല്ല അലൈക മിൻ ഉമ്മതിക സലാത്ത്, നബിയെ താങ്കളുടെ മേൽ താങ്കളുടെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, കതബല്ലാഹു ലഹു ബിഹാ അശ്റ ഹസനാത്ത്, ഒരു സ്വലാത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല 10 പ്രതിഫലം രേഖപ്പെടുത്തുന്നതാണ്. വമഹാ അൻഹു അശ്റ സയ്യാത്ത്, അവന്റെ 10 പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. വറഫഅ ലഹു അശ്റ ദറജാത്ത്, 10 പദവികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഉയർത്തി കൊടുക്കുന്നതാണ്. വറദ്ദ അലൈഹി മിസ്ലഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയും അതിനു പകരമായി അവന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതാണ് എന്ന് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. 4 കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ളത്. ഒരാൾക്ക് അത് മുഖേന 10 നന്മ ലഭിക്കുന്നു, 10 പാപങ്ങൾ പുറത്തു കിട്ടുന്നു. നാളെ സ്വർഗത്തിൽ 10 പദവികൾ ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് മുഖേന ഉയർത്തി നൽകുന്നതായിരിക്കും. അതിനു പുറമെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തിരുസന്നിധിയിൽ ഈ സ്വലാത്ത് ചൊല്ലിയവന്റെ പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നതാണ് എന്നാണ്. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, മൻ സല്ല അലയ്യ സ്വലാത്തൻ വാഹിദ, ആരെങ്കിലും എന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, സല്ലല്ലാഹു അലൈഹി അശ്റ സ്വലവാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മേൽ 10 സ്വലാത്ത് ചൊല്ലുന്നതാണ്. വഹത്ത അൻഹു അശ്റ ഖതിയാത്ത്, അവന്റെ മേൽ 10 പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. വറുഫിഅത് ലഹു അശ്റ ദറജാത്ത്, അവന് 10 പദവികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി കൊടുക്കുന്നതാണ്. സഹോദരങ്ങളെ, ഇതൊരു സ്വലാത്തിന് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു സ്വലാത്തിന് ഇത്രയും അധികം പ്രതിഫലം ലഭിക്കുമെങ്കിൽ എത്രമാത്രം ആവശ്യക്കാരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു തരാനായിട്ട്, നമ്മുടെ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു തരാനായിട്ട്, നന്മകൾ അധികരിപ്പിക്കാനായിട്ട് ഏറെ ആവശ്യക്കാരായ ആളുകളാണല്ലോ നമ്മൾ ഓരോരുത്തരും. സ്വലാത്തുകൾ ചൊല്ലുന്നതിന്റെ കാര്യത്തിൽ നമ്മളൊക്കെ എവിടെയാണ്? എത്ര സ്വലാത്തുകൾ നമ്മൾ ഒരു ദിവസം ചൊല്ലാറുണ്ട്? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് സഹോദരങ്ങളെ. സ്വലാത്ത് ചൊല്ലുന്നതിന് ഇനിയും ഒരുപാട് പ്രതിഫലങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുണ്ട്. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസ്, ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ സ്വഹീഹാണെന്ന് വിലയിരുത്തിയ ഹദീസ്, ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാൻ, ഖുൽതു യാ റസൂലല്ലാഹ് ഇന്നി ഉക്സിറു സ്വലാത അലൈക്, അല്ലാഹുവിന്റെ റസൂലേ,
താങ്കളുടെ മേൽ സ്വലാത്ത് ഞാൻ ധാരാളമായി വർദ്ധിപ്പിക്കാറുണ്ട്. ഫകം അജ്അലു ലക മിൻ സ്വലാത്തി, ഞാൻ എത്രത്തോളം സ്വലാത്ത് ചൊല്ലണം, എത്രത്തോളം ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്ന ദുആയാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. താങ്കൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നുണ്ട്, എത്രമാത്രം താങ്കളുടെ മേൽ ഞാൻ ദുആ ചെയ്യണം എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. ഇമാം മുൻദിരി റഹിമഹുല്ലാ അത് ദുആയാണെന്ന അർത്ഥത്തിൽ പറഞ്ഞത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, മാഷിയത്, നീ ഉദ്ദേശിക്കുന്ന എത്ര സ്വലാത്ത്, നീ ഉദ്ദേശിക്കുന്ന എത്ര ദുആ അത് ചെയ്തുകൊള്ളൂ. അദ്ദേഹം പറഞ്ഞു, റുബ, 4/1 മതിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാഷിയത്, നീ ഉദ്ദേശിക്കുന്നത് പോലെ, വഇൻ സിദ്ത ഫഹുവ ഖൈറുൻ ലക്, നീ ഇനി നിന്റെ ദുആകളിൽ അതിനേക്കാൾ കൂട്ടുകയാണെങ്കിലും അത് നിനക്ക് നല്ലതാണ്. അദ്ദേഹം പിന്നെയും ചോദിച്ചു, അന്നിസ്, ഞാൻ പകുതി, എന്റെ ദുആയുടെ പകുതിയും സ്വലാത്ത് തന്നെ ആക്കട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാഷിയത്, നീ ഉദ്ദേശിക്കുന്നത് പോലെ, വഇൻ സിദ്ത ഖൈറൻ ലക്, നീ അതിൽ കൂടുതൽ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നിനക്ക് നന്മ തന്നെയാണ്. അദ്ദേഹം ചോദിച്ചു, സുലുസൈൻ, 2/3 എന്റെ ദുആകളിൽ താങ്കൾക്ക് വേണ്ടിയിട്ടുള്ള ദുആയാക്കട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാഷിയത്, നീ ഉദ്ദേശിക്കുന്ന അത്ര, വഇൻ സിദ്ത ഫഹുവ ഖൈറുൻ ലക്, നീ അതിൽ കൂടുതൽ നീ എനിക്ക് വേണ്ടി ദുആ ചെയ്യുകയാണെങ്കിൽ അത് നല്ലത് തന്നെയാണ്. അദ്ദേഹം അപ്പോൾ ചോദിച്ചു, അജ്അലു ലക സ്വലാത്തി കുല്ലിഹാ ലക്, എന്റെ സ്വലാത്ത് മുഴുവൻ താങ്കൾക്ക് തന്നെ ആക്കട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൻ തുക്ഫാ ഹമ്മക് വയുഗ്ഫറു ലക ദംബക്, എങ്കിൽ നിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിന്റെ ടെൻഷനുകളും അത് മുഖേന ഇല്ലാതായി തീരുന്നതാണ്. നിന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യാറുണ്ട്. നമ്മുടെ പല പ്രയാസങ്ങൾക്ക് വേണ്ടി, ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി, ശാരീരികമായ ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി, സാമ്പത്തിക പ്രയാസങ്ങൾ നീങ്ങുന്നതിന് വേണ്ടി, നമ്മുടെ ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും ആവലാദികളും ഒക്കെ നീങ്ങുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. ഇതിനൊക്കെ പരിഹാരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ നമ്മൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക എന്നാണ്. എത്രത്തോളം നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നോ അത്രയും നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിത്തരുമെന്നുള്ളതാണ് സഹോദരങ്ങളെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ സ്വലാത്ത് അത് നാളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കാൻ കാരണമാകുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ ബാങ്ക് കേൾക്കുന്നവന്റെ ബാങ്ക് കേട്ടാൽ, നീ ബാങ്ക് കൊടുക്കുന്നവന്റെ ബാങ്ക് കേട്ടാൽ നിങ്ങൾ ഓരോരുത്തരും അതിന് ഇജാബത്ത് നൽകണം. ബാങ്ക് കൊടുക്കുന്നവൻ പറയുന്നത് പോലെ നിങ്ങൾ പറയുക. അതിനുശേഷം നിങ്ങൾ എന്തു ചെയ്യണം? എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക. സുമ്മ സ്വല്ലു അലൈഹി, എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക. ആരെങ്കിലും എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അവന് 10 പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നീട് നിങ്ങൾ എനിക്ക് വേണ്ടി വസീലത്തിനെ കുറിച്ച് ചോദിക്കുക. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിൻ അൽ വസീല വൽ ഫദീല എന്ന പ്രാർത്ഥന ഒരാൾ പ്രാർത്ഥിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ ഹല്ലത്ത് ലഹു ശഫാഅ, അവൻ ശഫാഅത്ത് ലഭിക്കുമെന്നാണ്. ആ പ്രാർത്ഥനക്ക് മുന്നോടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ സ്വലാത്ത് ചൊല്ലുക എന്ന് പറയുന്നത് നമ്മൾ അനാവശ്യമായി നമ്മുടെ മജ്ലിസുകൾ പാഴാക്കി കളയുക എന്ന കാര്യത്തിൽ നിന്നും നമുക്ക് രക്ഷയാണ്. ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അവരുടെ സംസാരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചിട്ടുള്ള ചിന്തകളില്ല, റബ്ബിനെ കുറിച്ച് പറയുന്ന പരാമർശങ്ങളില്ല. അവരുടെ സദസ്സിൽ റസൂലുള്ളാഹിനെ കുറിച്ചിട്ടുള്ള സ്വലാത്തും ഒരാളും ചൊല്ലുന്നില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേൾക്കൂ, മാ ഖഅദ ഖൗമുൻ മഖഅദ, ഒരു വിഭാഗം അവർ ഒരു സ്ഥലത്തിരിക്കുകയാണ്. ലാ യസ്കുറൂനല്ലാഹ അസ്സ വജൽ, അവർ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല, ദിക്ർ ചെയ്യുന്നില്ല. വലാ യുസല്ലൂന അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരുടെ നബിയുടെ മേൽ സ്വലാത്തും അവർ ചൊല്ലുന്നില്ല എങ്കിൽ ഇല്ലാ കാന അലൈഹിം ഹസ്റതൻ യൗമൽ ഖിയാമഹ്, അവർക്ക് നാളെ പരലോകത്ത് വലിയ നഷ്ടം തന്നെയായിരിക്കും. വഇൻ ദഖലു അൽ ജന്നത ലിസ്സവാബ്, ഇനി അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചാൽ പോലും അവർക്ക് അവിടെ വലിയ പ്രതിഫലത്തിലുള്ള കുറവുണ്ടായിരിക്കുന്നതായിരിക്കും, നഷ്ടമുണ്ടായിരിക്കുന്നതായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെ മജ്ലിസുകൾ അത് അനാവശ്യമായി ആയിക്കൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ദിക്റുകളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നിയോഗിച്ച റസൂലിന് വേണ്ടിയിട്ടുള്ള ദുആകളും സ്വലാത്തുകളും സഹോദരങ്ങളെ അത്തരം മജ്ലിസുകളിൽ നമ്മുടെ നാവുകളിലൂടെ നമുക്ക് വർദ്ധിപ്പിക്കാവുന്ന കാര്യമാണ്. ഇനി നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്ത ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അവർ പിശുക്കരാണ് എന്നാണ്. പിശുക്കെന്ന് പറയുന്ന ആ ഏറ്റവും മോശപ്പെട്ട ദുർഗുണത്തിൽ നിന്നും ഒരാൾക്ക് രക്ഷ നേടാനുള്ള കാര്യം കൂടിയാണ് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടാൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. അവിടുന്ന് പറഞ്ഞു, അൽ ബഖീലു മൻ ദുഖിർതു ഇൻദഹ്, പിശുക്കൻ എന്ന് പറഞ്ഞാൽ അവന്റെ അടുക്കൽ എന്നെ കുറിച്ച് പരാമർശിക്കപ്പെട്ടു, ഫലം യുസല്ലി അലൈഹി, അവൻ എന്റെ പേര് കേട്ടപ്പോൾ സ്വലാത്ത് ചൊല്ലിയിട്ടില്ല. റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുന്നുണ്ട്, പക്ഷെ സ്വലാത്ത് ചെല്ലുന്നില്ല, ചുണ്ടനങ്ങുന്നില്ല. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പിശുക്കൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരിക്കൽ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഇതുപോലുള്ളൊരു മൂന്ന് പടിയുള്ള മിമ്പറിലേക്ക് അവിടുന്ന് കയറുകയാണ്. ഓരോ പടിയിലേക്കും പ്രവേശിക്കുമ്പോൾ അവിടെ ആമീൻ എന്ന് പറയുന്നുണ്ട്. റമദാനിൽ നിരവധി നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഹദീസാണത്. ഓരോ തവണയും ആമീൻ എന്ന് പറയുന്നുണ്ട്. സ്വഹാബികളെല്ലാം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, റസൂലെ താങ്കൾ ഇങ്ങനെ ആമീൻ ആമീൻ എന്ന് പറഞ്ഞല്ലോ, എന്താണ് വിഷയം? അവിടുന്ന് പറഞ്ഞു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ അടുക്കൽ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം പറഞ്ഞത് മൻ അദ്റക ശഹ്റ റമളാൻ ഫലം യുഗ്ഫർ ലഹു ഫദഖല അന്നാർ ഫഅബഅദഹു അല്ലാഹ്. ആർക്കെങ്കിലും റമദാൻ മാസത്തിൽ ജീവിക്കാൻ സാധിച്ചിട്ട് അവന്റെ പാപങ്ങളൊന്നും പുറത്തു കിട്ടാതെ അവൻ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റിക്കളയട്ടെ, ആമീൻ പറയൂ എന്നാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞിട്ടുള്ളതാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് വമൻ അദ്റക അബവൈഹി, ആരെങ്കിലും തങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം ജീവിക്കാൻ സാധിച്ചോ വഹദഹുമ, അവരുടെ ഒരാളുടെ കൂടെയെങ്കിലും ഇൻദൽ കിബർ, അവരുടെ വാർദ്ധക്യത്തിൽ ഫലം യബുറഹുമ, അവരോട് അവൻ പുണ്യമൊന്നും കാണിച്ചിട്ടില്ല, ഫമാത വദഖല അന്നാർ, മരിച്ചവൻ നരകത്തിലേക്ക് പോകേണ്ട അവസ്ഥ അവൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫഅബഅദഹു അല്ലാഹ്, അവനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റിക്കളയട്ടെ എന്നാണ്. ഖുൽ ആമീൻ, ഖുൽതു ആമീൻ, എന്നെ ആമീൻ പറയാൻ പറഞ്ഞു, ഞാൻ ആമീൻ പറഞ്ഞു എന്നാണ്. മൂന്നാമത്തെ കാര്യം പറഞ്ഞത് വമൻ ദുകിറത് ഇൻദഹു, ആരുടെ അടുക്കലെങ്കിലും എന്നെ കുറിച്ച് പരാമർശിക്കപ്പെട്ടു, വമൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലൈക്, എന്നിട്ട് താങ്കളുടെ മേൽ അവൻ സലാത്ത് ചൊല്ലിയിട്ടില്ല എങ്കിൽ ഫമാത ഫദഖല അന്നാർ, മരിച്ചവൻ നരകത്തിലേക്ക് പോകേണ്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫഅബഅദഹു അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെയും അകറ്റട്ടെ. ഖുൽ ആമീൻ ഫഖുൽതു ആമീൻ, അതിനാണ് ഞാൻ മൂന്നാമത് പറഞ്ഞ ആമീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ സ്വലാത്ത് ചൊല്ലാൻ അതിനുവേണ്ടി പ്രത്യേകമായി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ട കാര്യമാണ്. മറ്റു ദിക്റുകളോടൊപ്പം തന്നെ സ്വലാത്തിനുള്ള ഒരു ഓഹരിയും നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ചില നേട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ശരി, എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലേണ്ടത് സഹോദരങ്ങളെ, അതെങ്ങനെയാണ്? അതിന്റെ ശ്രേഷ്ഠതകൾ നമ്മൾ കേട്ടിരിക്കുന്നു. ഏതൊരു ഇബാദത്തും പോലെ തന്നെ സ്വലാത്തും സഹോദരങ്ങളെ, രണ്ട് കാര്യങ്ങൾ ആ ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകരിക്കപ്പെടാൻ നിബന്ധനയാണ്. ഒന്ന് ഇഖ്ലാസ് വേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം പ്രതീക്ഷിച്ചല്ലാതെ മറ്റെന്തെങ്കിലും ഒക്കെ ദുന്യവിയായ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലാൻ ഒരാൾക്ക് പാടില്ലാത്ത കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന രൂപത്തിൽ, അവിടുന്ന് പഠിപ്പിച്ചു തന്ന രൂപത്തിലുള്ള സ്വലാത്തുകളാണ് ഒരാൾ നിർവഹിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്തതായ ബിദ്അത്തിന്റെ സ്വലാത്തുകൾ, ഷിർക്കിന്റെ വരികളുള്ള സ്വലാത്തുകൾ, നാരിയത്തു സ്വലാത്തും അതുപോലെയുള്ള സ്വലാത്തുകളും സഹോദരങ്ങളെ നമ്മുടെ നരകത്തിലേക്ക് എത്തിക്കുന്ന ബിദ്അത്തിന്റെ സ്വലാത്തുകളാണ്. ഒരിക്കലും അത്തരം സ്വലാത്തുകൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവിടത്തേക്ക് സ്വലാത്ത് മജ്ലിസുകൾ ഉണ്ടാക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല. മസ്ജിദുൻ നബവിയിലോ അതല്ലെങ്കിൽ അവിടുന്ന് ഈദ് നിസ്കരിച്ച മുസല്ലയിലോ ഒരിക്കൽ പോലും സ്വലാത്ത് നഗറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടില്ല. അതുകൊണ്ട് അത്തരം സ്വലാത്ത് നഗറുകൾ നടത്തിക്കൊണ്ട് അങ്ങനെ സ്വലാത്ത് വാർഷികം നടത്തുക, ആ പേരിൽ പണപ്പിരിവ് ഉണ്ടാക്കുക, ജനങ്ങളെ കൊള്ളയടിക്കുന്ന മുസ്ലിയാക്കന്മാർ, സഹോദരങ്ങളെ, ഇതൊന്നും യഥാർത്ഥ രൂപത്തിലുള്ള സ്വലാത്തല്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്ന സ്വലാത്ത്, അതാണ് നമ്മൾ ചൊല്ലേണ്ടത്. സ്വഹാബികൾ പലരും ആ സ്വലാത്തിന്റെ രൂപം ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു അബി ലൈല അദ്ദേഹം പറയുകയാണ്, ലഖിയനി കഅബ് ഇബ്നു ഉജ്റ, ഞാൻ കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുകയുണ്ടായി. അദ്ദേഹം എന്നോട് അപ്പോൾ ചോദിച്ചതാണ്, അല ഉഹ്ദി ലക ഹദിയ സമിഅ്തുഹാ മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കേട്ട ഒരു സമ്മാനം ഞാൻ നിനക്ക് നൽകട്ടെയോ? അവിടുന്ന് എനിക്കൊരു സമ്മാനം ലഭിച്ചിട്ടുണ്ട്, ഞാൻ അത് കേട്ടതാണ്, ആ സമ്മാനം നിനക്ക് നൽകട്ടെ എന്നോ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ബല, എനിക്ക് വേണം, ഫഹ്ദിലി, എനിക്ക് ആ സമ്മാനം നൽകണം. അപ്പോൾ അദ്ദേഹം പറയാൻ, സഅലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുൽനാ യാ റസൂലല്ലാഹ് കൈഫ സ്വലാത്തു അലൈക്കും, അല്ലാഹുവിന്റെ റസൂലേ, എങ്ങനെയാണ് താങ്കളുടെ മേൽ സ്വലാത്ത് ഞങ്ങൾ ചൊല്ലുക എന്ന് ചോദിച്ചു. ഫഇന്നല്ലാഹ ഖദ് അല്ലമനാ കൈഫ നുസല്ലിമു അലൈക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് താങ്കളുടെ മേൽ സലാം ചൊല്ലേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക അയ്യുഹൻ നബി, ആ സലാം നമ്മൾക്കറിയാം, പക്ഷെ സ്വലാത്ത് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഖൂലു, സഹാബത്തെ നിങ്ങൾ പറയണം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് എന്ന് നാം നമ്മുടെ നിസ്കാരത്തിൽ ചൊല്ലുന്ന ഇബ്രാഹിമി സ്വലാത്ത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മറ്റൊരു ഹദീസിൽ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അതാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കൽ എത്തി. വനഹ്നു ഫീ മജ്ലിസി സഅദ് ബിൻ ഉബാദ, സഅദ് ബിൻ ഉബാദ എന്ന സ്വഹാബിയുടെ മജ്ലിസിലാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. ഫഖാല ലഹു ബശീർ ബിൻ സഅദ്, ബശീർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു അപ്പോൾ ചോദിച്ചു, അമറനല്ലാഹു തആല അൻ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. കൈഫ നുസല്ലി അലൈക്,
എങ്ങനെയാണ് താങ്കളുടെ മേൽ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ടത്? ഫസക്കത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്പനേരം മിണ്ടാതെ നിന്നു. ഹത്താ തമന്നൈനാ അന്നഹു ലം യസ്അൽഹു, ഞങ്ങളിൽ ചിലർ ചിന്തിച്ചു അവനത് ചോദിക്കേണ്ടില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. അവിടുന്ന് വഹീന് വേണ്ടി കാത്തു നിന്നതായിരിക്കണം. സുമ്മ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ് വസ്സലാമു കമാ ഖദ് അല്ലംതും. സലാം നിങ്ങളെ പഠിപ്പിച്ചതുപോലെ തന്നെ, എന്നാൽ സ്വലാത്ത് ഈ കേട്ടതുപോലെ നിങ്ങൾ ചൊല്ലുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരാൾക്ക് ചൊല്ലാവുന്ന ഏറ്റവും അഫ്ളലായ സ്വലാത്തിന്റെ രൂപം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മളൊക്കെ നിസ്കാരത്തിൽ ചൊല്ലുന്ന ഇബ്രാഹിം സ്വലാത്താണ്. അത് സഹോദരങ്ങളെ സാധിക്കുന്ന അത്ര നമ്മൾ ആവർത്തിക്കുക. ഇനി ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കേട്ടാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സ്വലാത്തും സലാമും ഉൾക്കൊള്ളുന്ന ഏത് വാചകങ്ങൾ പറഞ്ഞാലും അത് മതിയാകുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നിത്യജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതായ ഒരവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സഹോദരങ്ങളെ, സ്വലാത്തുമായി ബന്ധപ്പെട്ട അതിൻ്റെ ശ്രേഷ്ഠതകളാണ്, അത് ചൊല്ലേണ്ട രൂപമാണ് നമ്മൾ മനസ്സിലാക്കിയത്. സ്വലാത്ത് എന്ന് പറയുന്നത് ഏത് നേരത്തും ഒരാൾക്ക് ചൊല്ലാവുന്ന ഒരു ദിക്റാണ്. എന്നാൽ പ്രത്യേകമായ ചില സന്ദർഭങ്ങൾ സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സന്ദർഭങ്ങൾ നമ്മൾ തിരിച്ചറിയാതെ പോകാൻ പാടില്ല. പ്രത്യേകിച്ചും ആ സന്ദർഭങ്ങളിൽ നമ്മൾ ചൊല്ലേണ്ടതായ ഈ സ്വലാത്ത് ചിലപ്പോൾ അത് നിർബന്ധമായിരിക്കും, ചിലപ്പോൾ വളരെ മുസ്തഹബായ പുണ്യമുള്ള കാര്യമായിരിക്കും. അതിൽ നിർബന്ധമായ നിസ്കാരത്തിന്റെ അഭിവാജ്യ ഘടകങ്ങളിൽപ്പെട്ട കാര്യമാണ് സഹോദരങ്ങളെ നിസ്കാരത്തിന്റെ അവസാനത്തെ തശഹുദ്. ആ തശഹുദിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. ഇത് ചില പണ്ഡിതന്മാർ അത് റുക്നാണ്, നിസ്കാരത്തിന്റെ അഭിവാജ്യ ഘടകമാണ്, വേറെ ചിലർ അത് വാജിബാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അത് നിസ്കാരത്തിന്റെ അവസാനത്തെ തശഹുദിലാണ്. എന്നാൽ ആദ്യത്തെ തശഹുദ്, 2 തശഹുദുള്ള നിസ്കാരങ്ങളിലാണ് ആദ്യത്തെ തശഹുദ് ഉണ്ടാവുക. അവിടെ സ്വലാത്ത് ചൊല്ലേണ്ടതില്ല, മറിച്ച് തശഹുദിൽ തന്നെ ഒരാൾക്ക് എഴുന്നേൽക്കാവുന്നതാണ്. ഇനി ചിലർ ചൊല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് സുന്നത്ത് എന്നുള്ള നിലക്ക് പറഞ്ഞത് കാണാൻ സാധിക്കും. അതേപോലെ സഹോദരങ്ങളെ, ജനാസ നിസ്കാരത്തിൽ 2ാമത്തെ തക്ബീറിന് ശേഷം സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് അത് ആ ജനാസ നിസ്കാരത്തിന്റെ നിർബന്ധമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. ജനാസ നിസ്കാരം നമുക്കറിയാം 4 തക്ബീറാണ്. 1ാമത്തെ തക്ബീറിന് ശേഷം നമ്മൾ സൂറത്തുൽ ഫാത്തിഹയാണ് പാരായണം ചെയ്യാറുള്ളത്. 2ാമത്തെ തക്ബീറിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലുള്ള സ്വലാത്താണ്. 3ാമത്തെ തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടിയുള്ള ദുആയാണ്. 4ാമത്തതിൽ ഒന്നും ചൊല്ലിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, സലാം വിട്ടുകയാണ് ചെയ്യേണ്ടത്. സഹോദരങ്ങളെ, ഈ 2ാമത്തെ തക്ബീറിന് ശേഷം അവിടെ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് പ്രത്യേകമായി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. മറ്റൊരു സന്ദർഭം, 3ാമത്തെ സന്ദർഭം ബാങ്കിന് ശേഷമാണ്. ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ ആ ബാങ്കിനുള്ള ഇജാബത്തൊക്കെ പറഞ്ഞതിന് ശേഷം അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലുള്ള സ്വലാത്ത് ചൊല്ലിയതിന് ശേഷമാണ് ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആ പ്രാർത്ഥന നമ്മൾ കേട്ടതാണ്. ആ പ്രാർത്ഥന സഹോദരങ്ങളെ, അതിനു മുമ്പായി സ്വലാത്ത് ചൊല്ലാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏത് നേരത്താകട്ടെ നമ്മൾ ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പുകഴ്ത്തിയതിന് ശേഷം, ഹംദ് പറഞ്ഞതിന് ശേഷം സ്വലാത്തും കൂടി പറഞ്ഞിട്ടാണ് സഹോദരങ്ങളെ നമ്മൾ ദുആ ചെയ്യേണ്ടത്. അങ്ങനെ ദുആ ചെയ്താലാണ് പെട്ടെന്ന് ഉത്തരം കിട്ടുക. അങ്ങനെ ചെയ്യാത്തൊരുവനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അജില ഹാദാ, ഇവൻ തിരക്ക് പിടിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ കാരണമാകുന്ന കാര്യമാണ് ആ ദുആയുടെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. അതേപോലെ ഓരോ തവണയും നമ്മൾ മസ്ജിദിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത്, അതേപോലെ തന്നെ മസ്ജിദിൽ നിന്നും പുറത്തേക്ക് പോകുന്ന സമയത്തും അവിടെ സ്വലാത്തുണ്ട്. ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. അല്ലാഹു നിന്റെ നാമത്തിൽ നിന്റെ റസൂലിന്റെ മേൽ സ്വലാത്തും സലാമും ഉണ്ടായിക്കട്ടെ, റഹ്മത്തിന്റെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരൂ എന്ന് പറഞ്ഞ് ദുആ ചെയ്തിട്ടാണ് ഓരോരുത്തരും മസ്ജിദിലേക്ക് പ്രവേശിക്കുന്നത്. അതേപോലെ തന്നെ തിരിച്ചു പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക് എന്ന രൂപത്തിലുള്ള ദുആകൾ അവിടെയൊക്കെ സ്വലാത്ത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുന്ന ഏത് സന്ദർഭത്തിലും അവിടെ നമ്മൾ സ്വലാത്ത് ചൊല്ലേണ്ടതുണ്ട്. മൻ ദുകിർതു ഇൻദഹു ഫൽയുസല്ലി, ആരെങ്കിലും എന്റെ പേര് കേട്ടാൽ അവൻ സ്വലാത്ത് ചൊല്ലട്ടെ. ഫഇന്നഹു മൻ സല്ല അലയ്യ മറ സല്ലല്ലാഹു അലൈഹി അശറ, ആരെങ്കിലും അങ്ങനെ സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു അവന്റെ മേൽ 10 തവണ സ്വലാത്ത് ചൊല്ലുമെന്നാണ്. എന്നാൽ സഹോദരങ്ങളെ, ഞാൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്, ഖുത്ബ നടക്കുന്ന വേളയിൽ, ജുമുഅ ഖുത്ബ നടക്കുന്ന വേളയിൽ സ്വലാത്ത് ചൊല്ലേണ്ടത് അത് കേവലം ചുണ്ടനിപ്പിച്ചുകൊണ്ട് മാത്രമാണ്.
തൊട്ടടുത്തയാളോ അതല്ലെങ്കിൽ എല്ലാവരും മുഴക്കെ കേൾക്കുന്ന രൂപത്തിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് അത് ഖുതുബ നടക്കുന്ന വേളയിൽ പാടില്ലാത്ത കാര്യമാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ നമ്മൾ ചുണ്ടനക്കിക്കൊണ്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലുക. ചുണ്ടനക്കിയാൽ അത് മതിയാകുന്നതാണ്. അതിന്റെ ശബ്ദം നമ്മൾ കേൾക്കേണ്ടതില്ല, അപ്പുറത്തെ ആളുകളെയും നമ്മൾ കേൾപ്പിക്കേണ്ടതില്ല എന്നാണ്. അതേപോലെ സഹോദരങ്ങളെ, വെള്ളിയാഴ്ച രാവും പകലും സ്വലാത്ത് ചൊല്ലുന്നതിന് പ്രത്യേകമായ ഫദ്ലുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുണ്ട്. ഔസ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, ഇന്ന മിൻ അഫ്ളലി അയ്യാമികും യൗമുൽ ജുമുഅ, 7 ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. അതിന് ചില പ്രത്യേകതകളുണ്ട്. ഫീഹി ഖുലിഖ ആദം, ആ ദിവസത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെ പടച്ചത്. വഫീഹി ഖുബിൽ, ആദം വഫാത്തായതും ആ ദിവസത്തിൽ തന്നെയാണ്. വഫീഹി നഫ്ഖത്തു വഫീഹി സഅഖ, നാളെ പരലോകത്ത് കാഹളത്തിൽ ഊതപ്പെടുന്നതും ഖിയാമത്ത് നാളെ സംഭവിക്കുന്നതുമെല്ലാം ആ വെള്ളിയാഴ്ച ദിവസത്തിലാണ്. ഫാക്സിറു അലയ്യ മിനസ് സ്വലാത്തി ഫീഹി, ആ ദിവസത്തിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ധാരാളം സ്വലാത്ത് ചൊല്ലുക. ഫഇന്ന സ്വലാതകും മഅറൂളത്തുൻ അലൈഹി, ആ സ്വലാത്തുകൾ എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നതാണ് എന്ന് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സ്വലാത്ത് എത്തിച്ചു കൊടുക്കും. അതിനുവേണ്ടി ചില മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസം ധാരാളമായി നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്, എത്ര വെള്ളിയാഴ്ചകൾ കടന്നുപോയി, എത്ര സ്വലാത്ത് നമ്മൾ വെള്ളിയാഴ്ച ചൊല്ലിയിട്ടുണ്ടാകും. വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആയി എത്ര സ്വലാത്തുകൾ ചൊല്ലിയിട്ടുണ്ടാകും. അതല്ല, സാധാരണഗതിയിലുള്ള നമ്മുടെ ദിവസങ്ങളിൽ റസൂലുള്ളാഹിക്ക് വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സ്വലാത്തുകൾ എത്രയാണ്? ഒരു 10 സ്വലാത്തെങ്കിലും നമുക്കൊക്കെ ചൊല്ലാൻ സാധിച്ചിട്ടുണ്ടോ? സഹോദരങ്ങളെ, ഈ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. റസൂലുള്ളാഹിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ നമ്മൾ സമയം മാറ്റിവെക്കേണ്ടതുണ്ട്. അത് മുഖേന ഒരാൾക്ക് ദുനിയാവിലും നാളെ ആഖിറത്തിലും ഒരുപാട് നന്മകളും ബറക്കത്തുകളും ലഭിക്കുക എന്നല്ലാതെ അവന് യാതൊരു നഷ്ടവുമില്ലാത്ത കാര്യമാണ്. അവന്റെ നാവുകൾക്ക് എളുപ്പമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾക്ക് ഇഷ്ടമുണ്ട്, അതിയായ സ്നേഹമുണ്ട് എന്നതിന്റെ അടയാളം കൂടിയാണ്. അല്ല, മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ധാരാളം സ്വലാത്തുകൾ ചൊല്ലുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സ്വലാത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. അതിൽ കുറവ് വരുത്തുന്നവരാണെങ്കിൽ അതിൽ വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ എല്ലാവിധ ബിദ്അത്തിന്റെ സ്വലാത്തുകളിൽ നിന്നും അത്തരം മജ്ലിസുകളിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കേണ്ടതുണ്ട്. കാരണം അത്തരം സ്വലാത്തുകൾ കൊണ്ട് നന്മകൾ ലഭിക്കുകയില്ല എന്നല്ല, അവർക്ക് ഒരുപാട് തിന്മകളും നരകത്തിലേക്ക് പോകേണ്ടതായ കർമ്മങ്ങളുമാണ് അത്തരം ബിദ്അത്തിന്റെ മജ്ലിസുകളിൽ അവർ സ്വരുക്കൂട്ടി വെക്കുന്നുള്ളത് എന്നുകൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന നല്ലവരായ മുഖ്ലിസീങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊക്കെ സംഭവിച്ചു പോയിട്ടുള്ള സമയനഷ്ടങ്ങളിലും അതേപോലെ തന്നെ കുറവുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم أصلح أحوال المسلمين في كل مكان. اللهم أصلح أحوال المسلمين في كل مكان. اللهم أصلح أحوال المسلمين في فلسطين يا رحمن. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم.